അത് ആരുടെ കാറാ? അറിയില്ല. ഷാജിയും ടീമും വന്നതേ ഇതില്ല. എന്തായാലും അവന്മാരുടെ കയ്യിലേ അവൾ പെട്ടിട്ടുണ്ട്. നമുക്കൊന്ന് അന്വേഷിക്കാം. ഇങ്ങനൊരു ഓപ്പറേഷനിൽ ഞാൻ നേരിട്ട് പങ്കെടുത്താൽ ശരിയാവില്ല. ഷാജിയുടെയും ടീമിന്റെ അടുത്തേക്ക് നീ ഒറ്റയ്ക്ക് പോയാൽ മതി. ഞാൻ മടങ്ങുക. ചേച്ചി ഉള്ളതായിരുന്നു എനിക്ക് കൂടുതൽ ധൈര്യം. നിന്റെ കൂടെ ഞാനും കാട് കയറിയാ നിനക്ക് പിന്നെ എന്നെ രക്ഷിക്കാനേ സമയം കാണൂ. അതുകൊണ്ടേ ഞാൻ വരുന്നില്ല. ഇതിനെ നിങ്ങൾ ചെറുപ്പക്കാരാ കൂടുതലും നല്ലത്. ഞാൻ കൂടെ ഉണ്ടെന്ന് തന്നെ കരുതിയാ മതി. ഒരു കുഴപ്പവും വരില്ല. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ കാടിനകത്ത് നിന്ന് അഭിമന്യുവും ദേവികയും പുറത്തു വരാൻ പാടില്ല. രണ്ടിന്റെ ശവം ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടണം. അവർക്ക് എന്ത് പറ്റിയെന്ന് പോലും ആരും അറിയരുത്. അവർക്കൊപ്പമുള്ള അമൃത പോലും. പിന്നെ കാട്ടിന്ന് പുറത്തു വരുന്ന അമൃത നിന്റെ ഭാര്യ ആയിരിക്കണം. അത് ഞാൻ ഏറ്റു. താലിച്ചരടെ എന്റെ പോക്കറ്റിലുണ്ട്. പിന്നെ അമൃതയുടെ മുമ്പിൽ വെച്ച് നീ അക്രമമൊന്നും കാണിക്കരുത്. ആദ്യം തന്നെ അവളെ വെറുപ്പിക്കണ്ട. കൊല്ലും കൊലയൊക്കെ ആ ഷാജിയും ടീമും നോക്കിക്കോളും. താലികെട്ട് നടന്നാ പിന്നെ അവളുടെ വെറുപ്പൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ പ്ലെയിന് ചേച്ചി കണ്ടോ? ഞാൻ അമൃതയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ചേച്ചി വിളിക്കാം. എന്നാ ശരി ചേച്ചി. ശരി. കാട്ടിലേക്ക് കയറാൻ പേടിയുണ്ടായിട്ടല്ല പോകാത്തത്. ഈ പദ്ധതി എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ അമൃതയുടെയും പ്രഭേച്ചയുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് പല നാടകങ്ങളും കളിക്കേണ്ടി വരും. ഞാനിതിൽ നേരിട്ട് പങ്കെടുത്തിട്ട് ഒടുവിൽ പ്ലാൻ നടന്നില്ലെങ്കിൽ ദേവികയും അമൃതയും എനിക്കെതിരാവും. പിന്നെ എന്നെ ആരും വിശ്വസിക്കില്ല. അമൃത നിക്ക്. ഇങ്ങനെ പരിസരം നോക്കാതെ മുന്നോട്ട് പോകുന്ന അപകടമാണ്. നമ്മൾ വീണ്ടും ആ ഗുണ്ടകളുടെ മുന്നിൽ ചെന്ന് പെടും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അബിയെ ആ ഗുണ്ടകൾ ഉപദ്രവിച്ചു എന്നുള്ളത് തീർച്ചയാ. എത്രയും വേഗം അബിയെ കണ്ടുപിടിക്കണം. ആ ഗുണ്ടകളെ പേടിച്ച് ഉറക്കെ ഒന്ന് പേര് വിളിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ നന്ദ. താനീ കരയുന്ന പോലെ ദേവി ഓർത്ത് ഞാനും മനസ്സിൽ കരയുന്നുണ്ട്. ഞങ്ങൾ ഈ ഓട്ടം തുടങ്ങിയിട്ട് കാലം കുറയായി. ഞങ്ങൾക്കിത് പുതുമയല്ലെന്നുള്ളത് മാത്രം വ്യത്യാസം. പിടിച്ചു നിൽക്കണം. വിവേകം കൈവെടിഞ്ഞ് അബദ്ധമൊന്നും കാണിക്കരുത്. അഭിമന്യുവിനെ ദേവിയെയും ശ്രദ്ധയോടെ തിരയണം. നമ്മൾ അവരുടെ പിടിയിലായ അതോടെ തീർന്നുവല്ല. നമ്മൾ ഈ കാടിനുള്ളിലുണ്ടെന്ന് പുറം ലോകത്ത് ആർക്കും അറിയില്ല. നമ്മൾ തന്നെ രക്ഷിക്കണം. സമാധാനത്തോടെ തിരയാൻ നമുക്ക്. തമ്പാ. നമ്മൾ ഒരു ലക്ഷ്യമില്ലാതെ മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം? നന്ദനും അമൃത ഈ വഴി തന്നെയാ പോയതെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എനിക്കൊന്നും അറിയില്ല ദേവിക. എല്ലാ സ്ഥലവും ഒരുപോലെ എനിക്ക് തോന്നുന്നത്. നമുക്ക് ഉറക്കെ അവരുടെ പേര് വിളിച്ച് തരാനും പറ്റില്ലല്ലോ. പതുക്കെ നമ്മുടെ ശബ്ദം കേട്ട് ഓടി വരുന്ന ആ ഗുണ്ടകളായിരിക്കും. വാ, ഇതുവഴി തന്നെ പോയി നോക്കാം. വാ.
എടാ മഹേന്ദ്ര സാറാ എടുക്ക്. ആ സാറേ, സാർ എത്തിയോ? ആ എത്തി. നിങ്ങളിതെവിടാ? സാറേ, ഞങ്ങൾ അവരെ തെരഞ്ഞോണ്ടിരിക്കുക. അത് ശരി, അവരെ നിങ്ങളുടെ ഒന്നും കൈ കിട്ടിയില്ലേ? കിട്ടി സാറേ, പക്ഷെ രക്ഷപ്പെട്ട് കാട്ടിനുള്ളിലേക്ക് ഓടി. എടാ തിണ്ടികളെ, നിന്നൊക്കെ എന്താ ഞാൻ ചെയ്യേണ്ടത്? സാറ് പേടിക്കണ്ട, ഞങ്ങൾ അവരെ കണ്ടുപിടിക്കും. അവരെ കിട്ടിയില്ലെങ്കിൽ നീയൊന്നും ഈ കാടിറങ്ങില്ല. നിങ്ങളിപ്പോ എവിടാ നിൽക്കുന്ന? കുറെ മരങ്ങളുടെ നടുക്കാണെന്നേ അറിയൂ സാറേ. എടാ കാട്ടി പിന്നെ മരങ്ങളല്ലാതെ നിന്നെ പോലുള്ള വാഴകൾ വളരൂടാ കഴുതകളെ. കാട് കയറി സൂര്യന്റെ ദിശ നോക്കി പടിഞ്ഞാറോട്ട് വന്നാ മതി, ഞങ്ങളെ കാണാം സാറേ. ഡോ, സൂര്യനെ മാത്രം വിശ്വസിക്കാൻ പറ്റില്ല. നീയൊക്കെ നിൽക്കുന്നതിന്റെ അടുത്തുള്ള 2-3 മരങ്ങളിൽ എന്തെങ്കിലും അടയാളങ്ങൾ വെക്ക്. എന്നിട്ട് രണ്ടായിട്ട് പിരിഞ്ഞു പോ പോ അന്വേഷിക്ക്. മരങ്ങളിൽ ചുവന്ന തുണി കെട്ടിയേക്കാം. അതെ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അഭിമന്യുവും ദേവികയും കൊല്ലപ്പെടണം. അമൃതയെ മാത്രം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി. ശരി സാറേ. വേഗം എടുക്കടാ. ആ, നമുക്ക് 2000 തരാം. നിങ്ങൾ രണ്ടുപേരും അയക്കോ, ഞങ്ങൾ രണ്ടും പൊക്കോളാം. നമുക്ക് ഇതുവഴി കയറാം. പൊക്കോ, നീ വേടാ. ഇനി എവിടെ പോയി നോക്കാൻ അഭിമന്യു? നമുക്ക് അവരെ കണ്ടുപിടിക്കാതെ വേറെ വഴിയില്ലല്ലോ. വാ നോക്കാം. അങ്ങോട്ട്. ഹലോ, കാര്യങ്ങൾ എന്തായിന്ന് അറിയാൻ വിളിച്ചതാ. നീ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി. ഒരു ടെൻഷനും വേണ്ട ചേച്ചി, ധൈര്യമായിട്ടിരിക്കെ. ഒരു കാരണവശാലും ദേവിക ജീവനോടെ കാട്ടിന്ന് പുറത്തേക്ക് വരില്ല. കാട്ടിലോ? അപ്പൊ ഇത്രയും കാലം പോലീസിനെ കബളിപ്പിച്ച് അവള് കാട്ടിലാണോ കഴിഞ്ഞിരുന്നത്? പറയക്കല്ലേ, അവള് കാട്ടിലാണോ ഒളിച്ചത്? നീ എങ്ങനെ മറ്റാരും അറിയാത്ത ഈ രഹസ്യം കണ്ടുപിടിച്ചു? അതൊന്നും തൽക്കാലം ചേച്ചി അറിയണ്ട. ശത്രു ഇല്ലാതാവുക, അതല്ലേ പ്രധാനം. അതെ, എന്റെ സ്വസ്ഥത തകർക്കാൻ അവള് തിരിച്ചു വരില്ല എന്ന് ഉറപ്പാക്കിയിരിക്കണം. ഞാൻ ഏറ്റ ഒരു കാര്യവും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. ഇതും നടക്കും. കാടിനകത്ത് തന്നെ കുഴിയെടുത്ത് അവളെ മൂടാൻ ഞാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. പോരെ? എന്റെ കൽപ്പന നടപ്പാക്കാനേ മഹേന്ദ്രനും ആ സംഘത്തിനൊപ്പം പോയിട്ടുണ്ട്. ഒരീച്ച പോലും അറിയാതെ ചേച്ചിയുടെ ശത്രു, എന്റെ മീരെ ഇല്ലാതാക്കിയ ദേവിക, ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷയാവും. ഇത് ഞാൻ തരുന്ന വാക്കാ. താങ്ക് യു. എല്ലാം കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചിട്ട് നീ എന്നെ വിളിക്കണം. ശരി, മഹേന്ദ്രനിൽ നിന്ന് വിവരം കിട്ടുന്നതനുസരിച്ച് ഞാൻ ചേച്ചിയെ വിളിച്ചോളാം. അമ്മ ആരോടാ സംസാരിച്ചേ? എനിക്ക് ആരോടും സംസാരിക്കാൻ ആരുടെ അനുവാദം വേണ്ട. ഞാൻ പലരോടും സംസാരിക്കും. അമ്മ പലരോടും സംസാരിച്ചോ, പക്ഷെ ഇപ്പൊ സംസാരിച്ചത് ആരോടാണെന്ന് അറിയണം. തട്ടണമെന്നും തീർക്കണമെന്നൊക്കെ പറഞ്ഞു. ആരോടാ സംസാരിച്ചേ? ആരെ കുറിച്ചാ പറഞ്ഞേ? അത് നിന്നോട് പറയാൻ മനസ്സില്ല. നീയും നിന്റെ അച്ഛനും നന്ദനും ഒക്കെ എന്റെ കാതിൽ വീഴാതെ ഒളിച്ചും പിടിച്ചുമൊക്കെ പലരോടും സംസാരിച്ചിരുന്നു.
ആരോട് സംസാരിച്ചു, എന്താണ് സംസാരിച്ചതെന്നൊക്കെ ഞാൻ പിറകെ നടന്ന് ചോദിച്ചിട്ടുമുണ്ട്. അതിനൊക്കെ നിങ്ങൾ ഉത്തരം തന്നിട്ടുണ്ടോ? ഇപ്പൊ കാര്യം ചോദിക്കാൻ വന്നിരിക്കുന്നു. പറയാൻ സൗകര്യമില്ല. പക്ഷെ ചോദിക്കേണ്ടവര് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കും. അമ്മ ഉത്തരം പറയുകയും ചെയ്യും. എന്തോന്നാ? ഏതോ ഒരാളെ കൊല്ലുന്ന കാര്യമല്ല അമ്മ പ്ലാൻ ചെയ്ത. അമ്മ പറ, എന്താ ഇതൊക്കെ? ഇത്രയൊക്കെ ദുരന്തങ്ങൾ വന്നിട്ട് മതിയായില്ലേ? ദേവിയെ കുറിച്ചാണോ അമ്മ പറഞ്ഞ? അമ്മ കാര്യം തുറന്നു പറ, അല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ പോലീസിൽ വിളിച്ച് പറയും. അമ്മയുടെ കോൾ റെക്കോർഡ്സ് പരിശോധിക്കണമെന്ന്. വാലും തുമ്പും മാത്രം കേട്ടിട്ടേ പോലീസിനെ വിളിച്ച് പറയേ അമ്മയെ വന്ന് അറസ്റ്റ് ചെയ്യാൻ. ആദ്യം നിങ്ങൾ 3 പേരെ വേണം അകത്തിടാൻ. മീരെ കൊന്ന ദേവികയെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നതിന്. എന്നിട്ടിപ്പോ എന്റെ കോൾ റെക്കോർഡ്സ് കൂടി പരിശോധിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഹലോ, എന്തായി? സാറേ, അഭിമന്യുവിനെ ഞങ്ങളുടെ കൈ കിട്ടി. അവന്റെ കൂടെയുള്ള പെണ്ണുണ്ട്. മിടുക്കമ്മ. അഭിമന്യുവിനെ അവളെയും തീർക്കാനുള്ളതാ. പക്ഷേ അമൃതയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ എനിക്ക് കിട്ടണം. ഏറ്റു സാറേ, അവളെ ഞങ്ങൾ ഉടനെ കണ്ടെത്തും. ഒരു കാര്യം ചെയ്യ്, കൈ കിട്ടിയവൻ ആദ്യം അങ്ങ് തീർക്കും. അപ്പോഴത്തേക്ക് ഞാനങ്ങ് വരാം. അമൃതയെ കണ്ടെത്താനും വഴി നോക്ക്. മരത്തിൽ കെട്ടിയിരിക്കുന്ന അടയാളം നോക്കി സാർ മുന്നോട്ട് വന്നാൽ മതി. ആ, ഓക്കെ, ശരി. അമൃത, ഇരുട്ട് വീഴാറായി. രാത്രിക്ക് മുമ്പ് കാടിറങ്ങിയില്ലെങ്കിൽ അപകടം. മനുഷ്യരുടെ കൂടെ വന്യമൃഗങ്ങളും ഇരുതടി ഇറങ്ങും. വാ. പറടാ, ആ 2 തട്ടിയോ? സാറേ, പോയി, കൈവിട്ട് പോയി. എന്താടാ, എന്താ പറഞ്ഞ? അവളും അവനും കൂടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. നിന്നെയൊക്കെ എന്ത് പറയാനാ? നേരിട്ട് വന്ന് ഞാൻ കാണട്ടെ. അമൃതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ നീയൊന്നും ജീവനോടെ ഉണ്ടാവില്ല. സാറേ, ഞങ്ങള് മിണ്ടരുത്. എത്രയും പെട്ടെന്ന് എല്ലാത്തിനെയും കണ്ടുപിടിക്കണം. മരക്കഴുതാളെ. അമൃതേച്ചി വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അമൃതേച്ചി കിട്ടുന്നില്ലെങ്കിൽ അഭേട്ടനെ വിളിച്ചു നോക്ക്.
അഭിയേട്ടന്റെ ഫോണും സ്വിച്ച് ഓഫാ. സ്വാമിനി അമ്മ പറഞ്ഞ അമ്പലത്തില് രാത്രിയിൽ പ്രദക്ഷിണം കാണാൻ പോയതായിരിക്കും. അപ്പൊ പിന്നെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആതിര എടുക്ക. ഹലോ, വൈകിട്ട് മുതൽ ഞാൻ അമൃതേച്ചി വിളിക്കുക, ഫോൺ എടുക്കുന്നില്ല. അമ്പലത്തില് ചില വഴിപാടുകളും പ്രദക്ഷിണങ്ങളും ഒക്കെ ഉണ്ട്. ചിലപ്പോ അതിന്റെ തിരക്കിലായിരിക്കും. അമൃതേച്ചി വിളിച്ച എന്നൊന്ന് വിളിക്കാൻ പറയണേ. ഞാൻ വിളിക്കാം ചേച്ചി. നേരെ ഇത്രയും വൈകിട്ട് നീ എന്താ ലൈറ്റ് ഓഫ് ആക്കാതെ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നേ? സോറി മാഡം. ഇതിനുള്ള പണിഷ്മെന്റ് നിനക്ക് ഞാൻ തന്നിരിക്കും. നേരെ ഒന്ന് വെളുത്തോട്ടെ. അയ്യോ മാഡം, ഞാൻ നോ നോ എക്സ്ക്യൂസ്. എന്നാലും ഇത്രയും നേരം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യോ? വീട്ടിലിരിക്കുന്നവരുടെ ടെൻഷൻ ഇവരെന്താ മനസ്സിലാക്കാത്ത? നീയൊന്നും എത്ര വിളിച്ചാലും അമൃതയെ കിട്ടാൻ പോകുന്നില്ല. മഹേന്ദ്രന്റെയും അമൃതയുടെയും വിവാഹം നടന്നെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും. അതാണ് ഫോൺ കിട്ടാത്തത്. സൂക്ഷിച്ച്. സോറി, ഞാൻ പെട്ടെന്ന് അറിയാതെ. സാരമില്ല. പേടിക്കണ്ട, ശബ്ദം കേട്ടത് ഒരുപാട് ദൂരം ഉൾവനത്തിന്നാ. അവറ്റകള് അടുത്തൊന്നും വരില്ല. എത്രയും പെട്ടെന്ന് അവയെ കണ്ടെത്തണം. നമുക്ക് നോക്കാം. താമ്പാ. ഈ വഴി പോണ്ട, നമുക്ക് ഈ വഴി പോ. ഈശ്വര, ഈ കൊടുംവനത്തിലൂടെ എവിടെയെന്ന് വെച്ചാ നടക്കുക. താമ്പാ. സൂക്ഷിച്ച്. ചിലപ്പോ പാമ്പൊക്കെ കാണും, സൂക്ഷിക്കണം. എന്താ അതൊരു ചെറിയ അട്ടയല്ലേ? എനിക്ക് പേടിയാ. ഓ, ഒച്ച വയ്ക്കല്ലേ, അവന്മാർ കേട്ടാ കുഴപ്പാവും. ബഹളം വയ്ക്കല്ലേ. താവാ. സാറേ, സാറേ, ഇവിടെ മുഴുവൻ തെരഞ്ഞു, അവരെ ഇവിടെ കാണുന്നില്ല സാറേ. ഇത് പറയാനൊന്ന് നീയൊക്കെ തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നത്? അഭിമന്യുവിനെയും ദേവികയും കൊന്ന് കുഴിച്ചു മൂടിയിട്ട് അമൃതയും കൊണ്ടുവന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോടാ. വെറും കൈയോടെ ഇവിടെ വന്ന് എന്നെ കുമ്പിട്ട് നിൽക്കാതെ ഉൾക്കാട്ടിക്കരുത് നോക്കടാ. സാർ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. സനലും ടീമും അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. 3 എണ്ണം അവരുടെ കയ്യിൽപ്പെട്ട് കാണും. സനലൊക്കെ അവരെ പിടിച്ചു വെച്ചൊക്കെയാണെങ്കിൽ നമ്മൾ തരുന്നത് വേസ്റ്റ് ആവില്ലേ സാറേ? ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത നിന്നെയൊക്കെ കൂട്ടത്തിൽ കൂടി എന്റെ കാശ് വേസ്റ്റാ. എന്തായിടാ? എന്റെ പൊന്നു സാറേ, ഈ കാട്ടില് നിങ്ങളെങ്കിലും വീണ്ടും കാണാൻ പറ്റില്ലോ. നേരം വെളുത്തിട്ട് ഇനി അന്വേഷണം നടക്കും. നമുക്ക് വല്ലതും കഴിച്ച് റെസ്റ്റ് എടുക്കാം സാറേ. ഫുഡ് കൊണ്ടുവന്നുണ്ടോ? അവരെ കിട്ടാതെ നിനക്കൊന്ന് പച്ച വെള്ളം പോലും തരില്ല ഞാൻ. നിനക്കൊക്കെ റെസ്റ്റ് എടുക്കണം പോലും. പോടാ, പോയി തരടാ.
കാണാതെ അവരെവിടെങ്കിലും പതുങ്ങിയിരിപ്പുണ്ടാവും. അഭിമന്യുവിനെ ദേവികയെ ഇന്ന് രാത്രി തന്നെ കിട്ടണം. നാളെ നേരം വെളുക്കുമ്പോ അമൃതയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കണം. അക്കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. മനസ്സിലായോ നിനക്കൊക്കെ? ഓ സാറേ. എന്നാ പോ തരടാ. എന്താടാ നീയൊക്കെ വായി പൊളിച്ച് നോക്കിക്കുന്ന? പോയി തരടാ. ഇതുപോലത്തെ മണ്ടന്മാരാണല്ലോ ഈശ്വര ഞാൻ കൊണ്ടുവന്നത്. ലോകത്തുള്ള എല്ലാ ഗുണ്ടകളും ഇങ്ങനെ മണ്ടന്മാരായി പോയല്ലോ. അമൃത, അമൃത ഇല്ലാതെ ഈ കാട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങില്ല. അമൃത! ഇങ്ങനെ നമ്മൾ ലക്ഷ്യമില്ലാതെ നടക്കുന്നത് ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ക്രിമിനൽസിന്റെ മുന്നിൽ ചെന്ന് പെട്ടാ അത് കൂടുതൽ കുഴപ്പം. പിന്നല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റുന്ന നന്ദനി പറയുന്നേ? കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാൻ എനിക്കിപ്പോ കഴിയില്ല. അവർ രണ്ടുപേരും സേഫായിട്ട് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. അത് മാത്രമല്ല, ഇനി ഈ രാത്രി അവർ തെരഞ്ഞെടുക്കുന്നതും ബുദ്ധിയല്ല. അതെ, നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ എന്ന് നോക്കാം. എന്താ പറഞ്ഞത്? റെസ്റ്റ് എടുക്കാന്നോ? അതെ, ദിക്കറിയാതെ നമ്മൾ കൂടുതൽ ഉൾവനത്തിലേക്കാണ് പോകുന്നെങ്കിൽ കുഴപ്പമാവും. നേരം വെളുത്താ നമുക്ക് അവരെ തിരയാനും അവർക്ക് നമ്മളെ കണ്ടെത്താൻ എളുപ്പമുണ്ട്. നേരം വെളുത്താലും ഇല്ലെങ്കിലും ഈ കാട്ടിൽ ദിക്കറിയാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അല്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പകല് തന്നെ അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നോ? അതോ അവരെ കണ്ടെത്തണ്ടെന്ന് നന്ദ മനഃപൂർവ്വം തീരുമാനിച്ചതാണോ? അമൃത എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഞാൻ പിന്നെ എന്ത് ചോദിക്കണം? അവരെ തെരയാണെന്നും പറഞ്ഞ് അഭിമന്യു എന്നെയും കൂട്ടി നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? അതെ, കുറച്ചുകൂടെ മനുഷ്യത്വപരമായിട്ട് സംസാരിക്കണം. കാണാതായിരിക്കുന്ന തന്റെ ഭർത്താവിനെ മാത്രമൊന്നുമല്ല, ഞാൻ കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടിയും കൂടി. തന്നെ സേഫായിട്ട് നോക്കണമെന്ന് നന്ദൻ തന്നെ എന്നോട് പറഞ്ഞത്. എന്റെ ജീവൻ പോയാലും ശരി, തനിക്കൊന്നും സംഭവിക്കില്ല. പോരെ? ജീവൻ കൊടുത്തും നിങ്ങൾ എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള നന്ദന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് പേടിയാവുക. അബിയെ കണ്ടെത്തി തരേണ്ട ഉത്തരവാദിത്തം നന്ദനില്ലേ? എന്റെ ദേവിയെ കണ്ടെത്താൻ വേണ്ടി കൂടിയല്ലേ നമ്മളിങ്ങനെ അലയുന്നത്? പിന്നെ സ്വന്തം ഭാര്യയെ കാണാതായിട്ടും റെസ്റ്റ് എടുക്കണമെന്ന് പറയുന്ന നിങ്ങളുടെ മനസ്സ് അതൊട്ടും ശരിയല്ല. ഞാൻ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞതേ എനിക്ക് വേണ്ടിയല്ല, തന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടിട്ടാ. എനിക്കൊരു കഷ്ടപ്പാടും ഇല്ല. കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിയാ ഞാൻ. നിങ്ങളെ പോലൊരു അന്യ പുരുഷന്റെ കൂടെ ഈ കാട്ടിൽ ഇങ്ങനെ നടക്കുന്നതാ എന്റെ ബുദ്ധിമുട്ട്. ഞാൻ അന്യ പുരുഷനാണ്, സമ്മതിച്ചു. പക്ഷെ ഇങ്ങനൊരു സാഹചര്യത്തില് സഹായിക്കാൻ കൂടെ വരുന്ന ആളെ ഇങ്ങനെയൊന്നും പറയരുത്, കേട്ടോ? വിശ്വാസമില്ലാത്തതല്ല അഭിമന്യു, ഒട്ടും പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ഈ വനത്തിലൂടെ നടക്കുമ്പോ ഒരു പേടി, അത്രേ പറഞ്ഞുള്ളൂ. താൻ പേടിക്കണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റൂ. എന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നല്ലവനായിരിക്കും, പക്ഷെ ഇത്തരം ഘട്ടങ്ങളിൽ ഞങ്ങൾ പെണ്ണുങ്ങളുടെ മനസ്സിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവും. നന്ദന്റെ കൂടെയുള്ള അമൃതയുടെ മനസ്സിലും ഇപ്പൊ ഇതേ ഭയം ഉണ്ടാവും. ഒരിക്കലുമില്ല. നല്ല മനുഷ്യരെ കണ്ട അവക്ക് തിരിച്ചറിയാൻ പറ്റും. തന്നെ പോലെ ഇങ്ങനെ ചിന്തിക്കുന്നവളല്ല എന്റെ ദേവി. എന്റെ അവസ്ഥ ചിലപ്പോ അബിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നന്ദനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, നടക്ക്. അഭിമന്യു, മതി. ദിക്ക് പോലും അറിയാതെ ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം? അതല്ലാതെ പിന്നെ എന്ത് ചെയ്യണം? സത്യത്തിൽ താൻ നല്ല ടയർഡാ. എവിടെയെങ്കിലും നമുക്ക് കുറച്ചു നേരം ഇരിക്കാം. ഇല്ല, നന്ദുവിനെ കണ്ടെത്താതെ ഞാനൊന്ന് ഇരിക്ക കൂടിയില്ല. എനിക്ക് എന്റെ അബിയെ കണ്ടെത്തിയേ പറ്റൂ. മതി വായിട്ട് അലച്ചത്. റെസ്റ്റ് എടുക്കണ്ട, നമുക്ക് അവരെ തരാം. പക്ഷെ ഓർത്തോ, നടന്നു ചെന്ന് ഉൾക്കാട്ടിലെത്തി നാളെ ഏതെങ്കിലും വന്യമൃഗത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആവും നമ്മള്. ആയിക്കോട്ടെ, ഇതിനൊക്കെ ഭേദമേ അത് തന്നെയാ. അയ്യോ അഭിമന്യു,
ഇവനിത് എവിടെ പോയതാ? ഛേ, ഓഫാണല്ലോ. എവിടെയാണെങ്കിലും ഒന്ന് വിളിച്ചു പറയാത്തെന്താ? എന്താ സിദ്ധു, നന്ദ വരുന്നുണ്ടോ? ആരെയാ കാത്തു നിൽക്കുന്നേ? നന്ദനയല്ല, ദേവികയെ തന്നെയാ കാത്തു നിൽക്കുന്നേ. എന്തേ? അവള് വരില്ല സിദ്ധു. അതെന്താ? ദേവിക എവിടെയാണെന്ന് തനിക്കറിയോ? എനിക്കല്ലല്ലോ, നിങ്ങൾക്കല്ലേ അറിയാവുള്ളൂ. അതെ, എനിക്കറിയാം. നന്ദനെ ദേവികയെ കാണാൻ പോയതാ. ഈശ്വരാ, സിദ്ധു പറഞ്ഞത് സത്യമായിരിക്കുമോ? ദേവികയെ തേടി നന്ദനും ആ കാട്ടിലേക്ക് പോയിട്ടുണ്ടാവോ? എന്താ അത്? അതേതോ അമ്പലമാണെന്ന് തോന്നുന്നു. വാ, നമുക്ക് നോക്കാം. കാട്ടിൽ താമസിക്കുന്നവരുടെ കാവാ. എന്തായാലും ദൈവം തന്നെയല്ലേ. ഈശ്വരന്മാരെ, എന്റെ അഭിയെ എത്രയും പെട്ടെന്ന് എന്റെ അടുത്തെത്തിക്കണേ. എത്രയും പെട്ടെന്ന് ദേവികയും കണ്ടെത്തി തരണേ. നമ്മള് താഴേന്ന് കണ്ട ആ കുന്നിന്റെ മുകളില. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുങ്കാടാ. ഈ രാത്രി വെളിച്ചമൊന്നും ഇല്ലാതെ എവിടെ പോയി അന്വേഷിക്കാനാ? സൂക്ഷിച്ച്.
അമൃതേ, ദേ അകത്ത് വേണമെങ്കിൽ കിടക്കാൻ സ്ഥലമുണ്ട്. വേണ്ട, ഞാൻ ഉറങ്ങുന്നില്ല. ആഹാ, കൊള്ളാലോ. അവരെ കണ്ടെത്താന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് വെള്ളം അടിച്ചോണ്ടിരിക്കുന്ന. എന്റെ ഷാജിയെ അന്വേഷിച്ചു മടുത്തു. നീ രണ്ടെണ്ണം അടിക്കേ. ദേവിക, താൻ വേണമെങ്കിൽ കുറച്ചു നേരം മയങ്ങിക്കോ. നമുക്ക് നേരം വെളുത്തതിന് ശേഷം അന്വേഷിക്കാം. വേണ്ട ബേ, എനിക്ക് ഉറക്കം വരില്ല. നന്ദു എവിടെയാണെന്ന് അറിയാതെ ഒരുപോലെ കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റില്ല. മതിയാക്കടാ, എണീറ്റ് പോയി നോക്കാം. വാ, വാടാ, എല്ലാം എടുക്ക്. വാ, പോ. എടുത്തോ. വേഗം വാ. എന്താ ചേച്ചി? മഹേന്ദ്രൻ വിളിച്ചോ? കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നോ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനും വീട്ടിൽ പോവാതെ അവന്റെ കോളും വെയിറ്റ് ചെയ്തിരിക്കുക. അതിനിടയിൽ ഒന്ന് മയങ്ങിപ്പോയി. അവിടെ എന്താ നടക്കുന്നതെന്നൊന്നും അറിയാത്ത ടെൻഷൻ കാരണം കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല. മനസ്സിലാകെ ഒരു തരം എരിച്ചില്ല. അത് സാരമില്ല. നിങ്ങളെ കുറെ ഉറക്കം കെടുത്തിയവളല്ലേ ദേവിക. ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന അവസാന രാത്രിയിലും അവൾ ആ പതിവ് തെറ്റിച്ചില്ലാന്ന് കരുതിയാ മതി. അത്രയും ശാന്തിയെങ്കിലും അവളുടെ ആത്മാവിന് കിട്ടട്ടെ. ബാക്കി കർമ്മങ്ങൾ ചെയ്യാൻ എന്തായാലും ബോഡി പോലും കിട്ടാൻ പോകുന്നില്ല. എന്നാലും ഇവിടെ രജനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും പാളിച്ച പറ്റിയ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. ഒരു പാളിച്ചയും പറ്റില്ല. ഇക്കാര്യത്തില് മഹേന്ദ്രൻ വീഴ്ച വരുത്തില്ല. പറ്റുമെങ്കിലേ ചേച്ചി ഉറക്ക ഗുളിക വല്ലതും എടുത്ത് കഴിച്ചൊന്നും മയങ്ങ്. ആ സന്തോഷ വാർത്ത ഞാൻ രാവിലെ വിളിച്ചു പറയാം. ഏയ്, ഇന്നത്തെ ദിവസം എന്തായാലും ഉറക്കം നഷ്ടപ്പെട്ടു. മഹേന്ദ്രനെ കിട്ടുകയാണെങ്കിൽ നീ തിരിച്ചു വിളിക്ക്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ശരി.
മഹേന്ദ്രന് മാത്രമല്ലല്ലോ, ഷാജിയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. വിവരം അറിയാൻ ഇനി എന്ത് ചെയ്യും? ആ, എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? ആ, വിളി വിളി, കുറച്ചുകൂടെ ഒച്ചത്തി വിളിച്ചോ. നന്നായിട്ട് ഉറങ്ങിയല്ലോ അല്ലേ? വിളിക്കണ്ട, നന്ദനും കുന്ദനും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, ഞങ്ങളെ വെറുതെ വിടണം. മാഡം വിളിച്ചു കൂവണ്ട. ദേ അങ്ങോട്ട് നോക്കിയേ. നിക്കവിടെ. എവിടെ പോകുന്നു? ആ, എന്തായാലും നല്ല സ്ഥലത്തിന് വന്നിരുന്നു ഉറങ്ങിയത്. ഈ കാട്ടുമുത്തപ്പന്റെ കാവിൽ വെച്ച മഹേന്ദ്ര സാർ മേഡത്തിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത്. ബഹളം വെച്ചിട്ട് കാര്യമില്ല മാഡം. ഇന്ന് മാഡത്തിന്റെ കല്യാണോ? സാർ ഇപ്പൊ വരും. സമ്മതിക്കില്ല. ദേവിക, 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 താൻ ഇവിടെ ഒന്നിക്കാണോ? ഞാൻ എവിടെ അന്വേഷിച്ചെന്നറിയോ? എനിക്ക് എന്റെ നന്ദുവിനെ കാണണം. നമുക്ക് കണ്ടെത്താം. താൻ വാ. ആ ചേച്ചി, എന്റെ കല്യാണമാണേ, മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേക്കണേ. താങ്ക് യു ചേച്ചി.
എന്നെ അടിച്ചു വിടറാ. നീ എന്റെ അനന്തരവനാണ് നന്ദ. വെറുതെ എന്തിനാണ് ഈ അമ്മാവന്റെ കല്യാണം മുടക്കി നിന്റെ ഭാവി അമ്മായി അമൃതയെ രക്ഷിക്കാൻ ശ്രമിച്ചത്? ഓ, അതുകൊണ്ടല്ലേ നിന്നെ എനിക്ക് ഇങ്ങനെ കെട്ടിയിടേണ്ടി വന്നത്? അമൃത അഭിമന്യുവിന്റെ പെണ്ണാ. നിനക്ക് അവളെ സ്വന്തമാക്കാനാവില്ല. അവൻ ഒരിക്കലും ഇനി പുറം ലോകം കാണില്ല നന്ദ. അതെ നന്ദ, അമൃതയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയാൽ അധികം വൈകാതെ അഭിമന്യു ലോകത്തുനിന്ന് പോവും. ആ ഇല്ല, നടക്കില്ല. പക്ഷെ നിന്നെ ഞാനൊന്നും ചെയ്യില്ല. കാരണം നീ പ്രഭചേച്ചിയുടെ മകനാണ്. എന്റെ ലക്ഷ്യങ്ങളൊക്കെ സാധിച്ചതിന് ശേഷം ഞാൻ നിന്നെ അഴിച്ചുവിടും. പക്ഷേ നീ അമ്മാവന് ഒറ്റുകൊടുക്കില്ലെന്ന് എനിക്കൊരു വാക്ക് തരണം. നിന്റെ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. റിലാക്സ്. എന്നാ പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓ, മുഹൂർത്താവാറായി. പൂജാരി, എല്ലാം ഓക്കെ അല്ലേ? വാ മാഡം. വരാൻ വരാൻ. അടങ്ങി നിൽക്കവിടെ. ആണാണെങ്കിൽ എന്നെ കെട്ടഴിച്ചു വിടറാ. എന്നിട്ട് എന്നെ കൊന്നിട്ട് കല്യാണം നടത്ത്. പോടാ, നീ എനിക്കൊരു ഇരയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്ന് ഞങ്ങൾ ആശീർവദിക്ക്. ഈ കല്യാണത്തിന് ബന്ധുവായിട്ട് നീ മാത്രമേ ഉള്ളൂ. അമൃതേ, നടന്നതിലും നടക്കാൻ പോകുന്നതിലും എനിക്കെന്നെ വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് വേറെ ഒരു വഴിയില്ല. ഈ വിവാഹം നാടും നാട്ടുകാരും പറഞ്ഞ് മര്യാദയ്ക്ക് നടത്തണമെന്ന് ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചതാ. അതിന് സമ്മതിക്കാത്തത് നീയാ. അഭിമന്യുവിന് വേണ്ടി നീ എന്നെ പലവട്ടം തള്ളി പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ എന്തു ദുരന്തങ്ങൾ നടന്നാലും അതിന് ഉത്തരവാദി നീ മാത്രമാണ്. നിങ്ങൾക്ക് ഭ്രാന്താ. ഭർത്താവാകാൻ പോകുന്നത് എന്റെ അഭിയ. അതിനൊരു മാറ്റമില്ല. ഇവിടെ ഈ സെറ്റപ്പിൽ നിനക്കിത് പറയാൻ പറ്റുന്നത് വലിയ കാര്യം തന്നെ. പക്ഷെ ഇപ്പൊ ഈ നിമിഷം മുതൽ നീ എന്റേത് മാത്രം. ഗുണ്ടകളെ കൊണ്ട് പിടിച്ചു നിർത്തി എന്നെ ബലമായി കെട്ടിയാലും നിങ്ങൾ എന്റെ ഭർത്താവാവില്ല. ഇതൊക്കെ നീ വെറുതെ ഡയലോഗ് അടിക്കുന്നേ. താലിയുടെ പവിത്രതയെ കുറിച്ച് അറിയാവുന്ന നീ. വിവാഹം കഴിയുന്ന നിമിഷം മുതൽ നിന്റെ ഭർത്താവ് ഞാനായിരിക്കും. അത് നിനക്ക് നന്നായി അറിയാം. താലി പവിത്രമാണെന്ന് കരുതണമെങ്കിൽ നടക്കുന്ന വിവാഹവും അത്രമേൽ വിശുദ്ധിയുള്ളതായിരിക്കണം. ശിലായുഗത്തിൽ ജീവിക്കുന്ന പെണ്ണൊന്നുമല്ല ഞാൻ. നിങ്ങൾ ബലമായി കെട്ടാൻ പോകുന്ന താലിക്ക് ഒരു ചരടിന്റെ വില പോലും തരില്ല ഞാൻ. അത്രയ്ക്കാണ് നിന്റെ അഹങ്കാരം. എങ്കിൽ നീ കണ്ടോ, ഞാൻ ആരാണെന്ന് ഇനി നീ മനസ്സിലാക്കാൻ പോന്നേ ഉള്ളൂ. മിണ്ടാരിടാ അവിടെ. എടോ പൂജാരി, കാട്ടിലെ മന്ത്രം വല്ലതും ഉണ്ടെങ്കിൽ അത് ചൊല്ലി പൂവാരി എറിഞ്ഞു. ഞാനിവിടെ താലി കെട്ടാൻ പോവാ. താലി കെട്ടുന്നതിന് മുമ്പ് സ്വാമിക്ക് 3 പ്രാവശ്യം വലം വെക്കണം. ആഹാ, അത് കൊള്ളാലോ. വാ, മാറ്. വന്നേ. വാ, വരാൻ. എടാ, അവളെ വിടാനാ പറഞ്ഞേ. എടാ, അഴിച്ചു വിടാം. വരാനല്ലേ പറഞ്ഞു. അഴിച്ചു വിടാ. എടാ, അഴിച്ചു വിടാ. നടക്ക്.
വിട്. ഞാൻ സമ്മതിക്കില്ല. ഓളെ വിടാനാ പറഞ്ഞേ. എന്നെ വിട്. വിട്. സൗമ്യയെ വണങ്ങിക്കോളൂ. അടങ്ങി നിൽക്കവിടെ. താലി എടുക്കണോ സ്വാമി? വേണ്ട. അമൃതമോളെ, ദൈവത്തെ വിചാരിച്ച് ഇനി പ്രശ്നങ്ങളുണ്ടാക്കരുത്. നീ എന്റെ പെണ്ണാണ്. അഭിമന്യു, ദേവി, അവളിവിടെ. എടാ, അവരെ ബ്ലോക്ക് ചെയ്യടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.